Hi dear friends, welcome to the world of chemistry. നമ്മൾ 10th കഴിഞ്ഞു പ്ലസ് വണ്ണിലേക്ക് വരികയാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള നമ്മൾ പ്ലസ് വണ്ണിലെ 4ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ രസകരമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവും. ചാപ്റ്റർ നമുക്ക് നോക്കാം. ചാപ്റ്റർ 4 കെമിക്കൽ ബോണ്ടിങ് and molecular structure. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ബോണ്ട് എന്ന് നമ്മൾ ആദ്യം നോക്കണം. നമുക്കറിയാം, ആറ്റങ്ങൾ സാധാരണ ഒറ്റക്കല്ല നിൽക്കാറുള്ളത്. ആറ്റംസ് അഗ്രഗേറ്റ് ചെയ്തിട്ട് കമ്പൈൻഡ് ഫോമിലാണ് നിൽക്കുക. ഇത്തരത്തിൽ ആറ്റങ്ങൾ കമ്പൈൻഡ് ഫോമിൽ നിൽക്കുമ്പോഴാണ് നമ്മളതിനെ മോളിക്യൂൾസ് അഥവാ തന്മാത്രകൾ എന്ന് വിളിക്കുക. ഈ മോളിക്യൂളിൻ്റെ ഉള്ളിൽ ആറ്റത്തെ പിടിച്ചു നിർത്തുന്ന ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ദാറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് നോൺ ആസ് ബോണ്ടിങ്. അതൊരു മോളിക്യൂളിൻ്റെ ഉള്ളിൽ ആറ്റത്തെ പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് ബോണ്ടിങ് എന്ന് വിളിക്കുക. ചിലപ്പോൾ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് പോലെയുള്ള ഫിസിക്കൽ ഫോഴ്സുകളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള കെമിക്കൽ ഫോഴ്സുകളായിരിക്കാം, ലൈക്ക് അയോണിക് ബോണ്ടിങ്, കൊവാലൻ്റ് ബോണ്ടിങ്, കോഓർഡിനേറ്റ് ബോണ്ട് എക്സെട്ര. അപ്പോൾ ഇവിടെ കെമിക്കൽ ഫോഴ്സുകളാണെങ്കിൽ ആ ബോണ്ടിങ്ങിനെ പറഞ്ഞ പേരാണ് കെമിക്കൽ ബോണ്ടിങ്. സോ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ദാറ്റ് ഹോൾഡ് ദ ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഈസ് നോൺ ആസ് കെമിക്കൽ ബോണ്ടിങ്. ഇനി ഏതൊക്കെ രൂപത്തിലാണ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്ന് നോക്കാം. ബോണ്ടിൻ്റെ ഫോർമേഷൻ പ്രധാനമായിട്ടും 3 രൂപത്തിലാണ് സംഭവിക്കുക. ഫസ്റ്റ് വൺ ഈസ് ionic bond, then covalent bonding, coordinate bond. അങ്ങനെ 3 ടൈപ്പ് ബോണ്ടാണ് പ്രധാനമായിട്ടുള്ളത്. അയോണിക് ബോണ്ട്, കൊവാലൻ്റ് ബോണ്ട്, കോഓർഡിനേറ്റ് ബോണ്ട്. ഇനി നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്തിനാണ് ഈ ബോണ്ടിങ് ഉണ്ടാവുക. അവിടെ നമ്മൾ മനസ്സിലാക്കിയത്, ഇപ്പോൾ നോബിൾ ഗ്യാസ് നമുക്കറിയാം, പീരിയോഡിക് ടേബിളിൽ 18th ഗ്രൂപ്പ് എലമെൻസിനെയാണ് നോബിൾ ഗ്യാസ് എന്ന് വിളിക്കുക. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഈ നോബിൾ ഗ്യാസുകളൊന്നും വേറെ എലമെൻറ്റുകളുമായിട്ട് കൂടിച്ചേരുന്നില്ല. ചില എക്സെപ്ഷണൽ കേസുകളുണ്ട്, സിനോൺ, ഫ്ലൂറൈഡുകളൊക്കെ ഫോം ചെയ്യും. അതല്ലാത്ത ജനറലി നോബിൾ ഗ്യാസുകൾ മറ്റു എലമെൻറ്റുകളുമായിട്ട് കൂടിച്ചേരുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പഠനം നടത്തിയപ്പോൾ മനസ്സിലായത്, നോബിൾ ഗ്യാസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് അത് സ്റ്റേബിൾ ആയതുകൊണ്ടാണ് ഇവ മറ്റു എലമെൻറ്റുകളുമായിട്ട് കൂടിച്ചേരാത്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു റൂളാണ് ഒക്ടറ്റ് റൂൾ എന്ന് വിളിക്കും. ഒക്ടറ്റ് റൂൾ. അപ്പോൾ എന്തായിരിക്കും ഒക്ടറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ? ഒക്ടറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എവ്രി ആറ്റം try to attain 8 electrons in their valence shell or outermost shell. ഏതൊരു ആറ്റവും ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ തികയുന്നതിന് വേണ്ടിയിട്ടാണ് ഏതൊരു ആറ്റവും ശ്രമിക്കുക. ഇതിനെയാണ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കിട്ടുക, ഇതിന് വേണ്ടിയിട്ടാണ് ബോണ്ടിങ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നത്. നമ്മൾ 3 ടൈപ്പ് ബോണ്ടിങ്ങിനെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുക. ബോണ്ടിങ്ങിൽ എളുപ്പത്തിൽ പഠിക്കാനുള്ള ചില മാർഗ്ഗങ്ങൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ബോണ്ടിങ്ങിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഓക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയേണ്ട ഒരു കേസാണ് ലൂയിസ് സിംബൽ എന്ന് പറയും. ലൂയിസ് സിംബൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണുകളെ ഡോട്ട് ആയിട്ടോ അല്ലെങ്കിൽ ക്രോസ് ആയിട്ടോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് ലൂയിസ് സിംബൽ.
ഒരു ആറ്റം എടുക്കുക, ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1. സോ കോൺഫിഗറേഷൻ 1. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 1. ഒന്നാണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ അതിൻ്റെ ലൂയിസ് സിമ്പിൾ എഴുതുമ്പോൾ ഹൈഡ്രജൻ, ഒരു ഇലക്ട്രോണാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. ആ ഒരു ഇലക്ട്രോണിനെ നമുക്ക് ഡോട്ടായിട്ടോ അല്ലെങ്കിൽ ക്രോസ് ആയിട്ടോ കാണിക്കാം. ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ ലൂയിസ് സിമ്പിൾ എന്ന് പറയുമ്പോൾ ഒരാറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുകളെ ഡോട്ടായിട്ടോ അല്ലെങ്കിൽ ക്രോസ് ആയിട്ടോ സൂചിപ്പിക്കുന്നതിൻ്റെ പേരാണ് ലൂയിസ് സിമ്പിൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു എലമെൻറ്റ് നോക്കാം, മഗ്നീഷ്യം. മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12, കോൺഫിഗറേഷൻ 282. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 2, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 2 ആണ്. അപ്പോൾ 2 ഇലക്ട്രോണിനെ നമ്മൾ എന്ത് ചെയ്യുക, Mg എന്നുള്ള സിമ്പലിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് 2 ഇലക്ട്രോണിനെ എയ്തർ ഡോട്ട് ഓർ ക്രോസ് ആ രൂപത്തിലേക്ക് കാണിക്കാം. അപ്പോൾ നമുക്ക് മഗ്നീഷ്യം 2 ഇലക്ട്രോൺ ഉണ്ട്, 1 2. നമുക്കിങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ ഒന്നിച്ച് കാണിക്കാം, ഏത് രൂപത്തിലും കാണിക്കാം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ലൂയിസ് സിമ്പൽ. അപ്പോൾ സിലിക്കൺ എങ്ങനെ ആയിരിക്കും വരിക? സിലിക്കൺ അറ്റോമിക് നമ്പർ 14, കോൺഫിഗറേഷൻ 284, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 4. സോ ലൂയിസ് സിമ്പൽ ഈസ് Si. 4 ഇലക്ട്രോണിനെ നമ്മൾ കാണിക്കണം, 4 ഇലക്ട്രോൺ. ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ലൂയിസ് സിമ്പൽ എഴുതുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ അതേപോലെ ഫ്ലൂറിൻ ഇവരുടെ ലൂയിസ് സിമ്പൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8, ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9. ഇത്രയുമാണ് നമുക്ക് ലൂയിസ് സിമ്പൽ എന്നുള്ള ഭാഗത്ത് പഠിക്കേണ്ടത്. അതായത് ലൂയിസ് സിമ്പൽ എന്ന് പറയുമ്പോൾ ഒരാറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ ഡോട്ടായിട്ടോ അല്ലെങ്കിൽ ക്രോസ് ആയിട്ടോ സൂചിപ്പിക്കുന്നതിൻ്റെ പേരാണ് ലൂയിസ് സിമ്പൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത് എന്താണ് കെമിക്കൽ ബോണ്ടിങ് നോക്കി, എന്താണ് ഒക്ടറ്റ് റൂൾ നോക്കി, എന്താണ് ലൂയിസ് സിമ്പൽ എന്ന് നോക്കി. ഓക്കെ, ഇനി നമുക്ക് നേരെ ബോണ്ടിങ്ങിലേക്ക് കടക്കാം. ബോണ്ടിൻ്റെ മോഡ്സ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ്റെ മെത്തേഡുകൾ ഏതൊക്കെയാണ്? നമ്മൾ ജസ്റ്റ് പറഞ്ഞിരുന്നു, അയോണിക് ബോണ്ട്, കൊവാലൻ ബോണ്ട്, കോഓർഡിനേറ്റ് ബോണ്ട്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അയോണുകൾ തമ്മിലുണ്ടാക്കുന്ന ബോണ്ടാണ് അയോണിക് ബോണ്ട്. അയോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ്ഡ് ആറ്റംസ് ആർ കോൾഡ് അയോൺസ്. ചാർജ്ഡ് ആറ്റംസ് ആർ കോൾഡ് അയോൺസ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി, ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് ചാർജ് കിട്ടും, ദാറ്റ് ഈസ് കാറ്റയോൺ. ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന ആറ്റങ്ങൾക്കോ നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും, അതിനെ നമുക്ക് ആനയോൺ എന്ന് വിളിക്കാം. ഈ കാറ്റയോണും ആനയോണും തമ്മിൽ അട്രാക്ഷൻ നടക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ബോണ്ടാണെന്ത്? അയോണിക് ബോണ്ട്. അതായത് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം വൺ ആറ്റം ടു ദ അനദർ. ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം വൺ ആറ്റം ടു അതർ. അതിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാം? അയോണിക് ബോണ്ട് എന്ന് വിളിക്കാം. സാധാരണ അയോണിക് ബോണ്ടിൽ മെറ്റലുകളും നോൺ മെറ്റലുകളും തമ്മിലാണ് ബോണ്ട് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മളതിനെ എന്തെന്ന് വിളിക്കാം? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം മെറ്റൽ ടു നോൺ മെറ്റൽ. അതാണ് അയോണിക് ബോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അയോണിക് ബോണ്ട്, സോഡിയം ക്ലോറൈഡ്, അവിടെ ഉണ്ടാകുന്ന ബോണ്ട് അയോണിക് ബോണ്ടാണ്. എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡിൽ അയോണിക് ബോണ്ട് ഉണ്ടാവുന്നത്? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ എലമെൻ്റ് എടുത്തു, സോഡിയം, Na. സിമ്പലുകൾ നിങ്ങൾക്ക് അറിയണം. Na എന്ന് പറയുമ്പോൾ സോഡിയം, Cl എന്ന് പറയുമ്പോൾ ക്ലോറിൻ, സോഡിയം ക്ലോറിൻ. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11, അറ്റോമിക് നമ്പർ ഓഫ് സോഡിയം 11. സോ കോൺഫിഗറേഷൻ 281,
281. Chlorine 17. Configuration 287. 287. ഇനി നോക്ക്, ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഈ സോഡിയം ഔട്ടർ മോസ്റ്റിലെ ഈ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നു. ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ എന്ത് ചാർജാണ് കിട്ടുക? ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുന്നത്, അതുകൊണ്ട് സോഡിയത്തിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. അങ്ങനെ Na+ ആയിട്ട് മാറി. Na+. ക്ലോറിൻ്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് എത്ര ഇലക്ട്രോണാണ്? 7 ഇലക്ട്രോൺ. 7 ഇലക്ട്രോൺ ആണ്. അത് 8 ആവാൻ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചാർജ് കിട്ടും? മൈനസ് ചാർജ് കിട്ടും. അപ്പോൾ അവിടെ കിട്ടുന്നത് Cl-. അപ്പോൾ നോക്ക്, ഇത് കാറ്റയോണാണ്, ഇത് ആനയോണാണ്. ഓപ്പോസിറ്റ് ചാർജുകളാണ്. ദേ അട്രാക്റ്റ് ഈച്ച് അതർ. അവർ പരസ്പരം എന്ത് ചെയ്യുന്നു? അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ Na++ Cl- ഗീവ്സ് നമുക്ക് അവിടെ കിട്ടുക എന്തായിരിക്കും? ഈ പ്ലസും മൈനസും കൂടെ അട്രാക്റ്റ് ചെയ്തിട്ട് ഒരു ബോണ്ടായിട്ട് മാറും. അപ്പോൾ നമുക്കവിടെ കിട്ടുക NaCl, സോഡിയം ക്ലോറൈഡ് എന്നുള്ള ബോണ്ട് കിട്ടും. സോഡിയം ക്ലോറൈഡ് എന്നുള്ള ഒരു കോമ്പൗണ്ടാണ് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സോഡിയത്തിൽ നിന്നും ഒരു ഇലക്ട്രോണെ ട്രാൻസ്ഫർ ചെയ്തു. എവിടേക്ക്? ക്ലോറിനിലേക്ക്. സോ ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം വൺ ആറ്റം ടു അനദർ, അങ്ങനെ ഉണ്ടാകുന്ന ബോണ്ടിങ്ങിനെയാണ് അയോണിക് ബോണ്ട് എന്ന് വിളിക്കുക. അയോണിക് ബോണ്ട് എന്ന് വിളിക്കുക. ഇനി നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്, അയോണിക് ബോണ്ട് ഫോർമേഷൻ ഈസി ആയിട്ട് നടക്കുക എപ്പോഴാണ്? അയോണിക് ബോണ്ട് ഫോർമേഷൻ ഈസി ആയിട്ട് നടക്കുക എപ്പോഴാണ്? അതായത് പ്ലസ് ചാർജ് വേഗം കിട്ടിയ എപ്പോഴാണ്? മൈനസ് ചാർജ് വേഗം കിട്ടിയ എപ്പോഴാണ്? അതാണ് ചോദിക്കുന്നത്. അയോണിക് ബോണ്ട് ഫോർമേഷൻ ഈസി ആയിട്ട് നടക്കുക എപ്പോഴാണ്? നമുക്ക് പ്ലസ് ചാർജ് വേഗത്തിലാവാന്ന് പറഞ്ഞാൽ അയണൈസേഷൻ എൻതാൽപ്പി കൂടണോ കുറയണോ? അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ഒരാറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ആറ്റത്തിന് കുറച്ച് എനർജി കിട്ടണം. അതിനെയാണ് നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ വേഗത്തിൽ അയോണായിട്ട് മാറുക? എപ്പോഴാണ് മാറുക? പെട്ടെന്ന് കാറ്റോൺ ഉണ്ടാകുക അയണൈസേഷൻ എൻതാൽപ്പി കുറയുമ്പോഴാണ്. അപ്പോൾ അയോണിക് ബോണ്ട് ഫോർമേഷനെ ഫേവർ ചെയ്യുന്ന ചില കണ്ടീഷനിൽ ഒന്നാണ് ലോ അയണൈസേഷൻ എൻതാൽപ്പി. ലോ അയണൈസേഷൻ എൻതാൽപ്പി. രണ്ടാമത്തൊരു കേസ്, ഇപ്പോൾ Cl എന്തായിട്ട് മാറണം? Cl- ആയിട്ട് മാറണം. അത് ഈ ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോണിനെ വാങ്ങണം. ഒരു ഇലക്ട്രോണിനെ കിട്ടണമെങ്കിൽ ആറ്റം കുറച്ച് എനർജി റിലീസ് ചെയ്യും. ആ ലിബറേറ്റ് ചെയ്യുന്ന എനർജിയുടെ പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നാണ് വിളിക്കുക. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടിയാലാണോ കുറഞ്ഞാലാണോ പെട്ടെന്ന് നെഗറ്റീവ് അയോൺ ഫോം ചെയ്യുക? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുമ്പോഴാണ്. നമ്മൾ പീരിയോഡിക് ടേബിൾ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുമ്പോൾ, അതായത് ആ ഒരു ഇലക്ട്രോണിനെ കിട്ടാൻ വേണ്ടി എത്ര എനർജിയും റിലീസ് ചെയ്യാൻ തയ്യാറാവുക, അതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് നെഗറ്റീവ് അയോണുകൾ ഫോം ചെയ്യുക. അപ്പോൾ ലോ അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ലോ അയണൈസേഷൻ എൻതാൽപ്പിയും ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുമാണ് ഏത് അയോണിക് ബോണ്ട് ഫോർമേഷനെ ഫേവർ ചെയ്യുന്ന ചില കണ്ടീഷൻസ്. ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു റൂളാണ് ഫജാൻസ് റൂൾ എന്ന് പറയും. ഫജാൻസ് റൂൾ. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അതായത് എങ്ങനെയാണ് അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത്, അയോണിക് ബോണ്ട് ഫോർമേഷനെ ഫേവർ ചെയ്യുന്ന കണ്ടീഷൻ ഏതൊക്കെയാണ്? ലോ അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ദെൻ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന റൂളാണ് ഫജാൻസ് റൂൾ. അതെങ്ങനെയാണെന്ന് നോക്കാം.
ഫജാൻസ് റൂൾ. ഫജാൻസ് റൂൾ പറഞ്ഞത് അയോണിക് ബോണ്ടിൻ്റെ കോവാലൻ്റ് ക്യാരക്ടർ, അയോണിക് ബോണ്ടിൻ്റെ കോവാലൻ്റ് ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന റൂളാണ് ഫജാൻസ് റൂൾ. അപ്പോൾ എപ്പോഴായിരിക്കും അയോണിക് ബോണ്ടിൻ്റെ കോവാലൻ്റ് ക്യാരക്ടർ കൂടുക? ഇതാണ് ഫജാൻസ് റൂൾ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് പറഞ്ഞ ഇതാണ്, കാറ്റയോണിൻ്റെ ചാർജ് കൂടുക. ഹയർ ദ ചാർജ് ഓഫ് കാറ്റയോൺ. ഹയർ ദ ചാർജ് ഓഫ് കാറ്റയോൺ. കാറ്റയോണിൻ്റെ ചാർജ് കൂടിക്കഴിഞ്ഞാൽ, കാറ്റയോണിൻ്റെ ചാർജ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ പോസിറ്റീവായിട്ട് മാറുക. ഇപ്പോൾ അലുമിനിയം ആണെങ്കിൽ അലുമിനിയം 3+ എന്ന് വരും. മഗ്നീഷ്യം ആണെങ്കിലോ മഗ്നീഷ്യം 2+ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവിടെ കാറ്റയോണിൻ്റെ ചാർജ് കൂടുതലായിരിക്കുകയാണ്, അലുമിനിയം 3+നാണ്, Al 3+നാണ്. ഇത്തരത്തിൽ കാറ്റയോണിൻ്റെ ചാർജ് കൂടുക. കാറ്റയോണിൻ്റെ ചാർജ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കാറ്റയോണിൻ്റെ സൈസ് കുറവായിരിക്കും. കാറ്റയോണിൻ്റെ സൈസ് കുറവായിരിക്കും. അപ്പോൾ ലോവർ ദ സൈസ് ഓഫ് കാറ്റയോൺ. നമുക്ക് ഒരേ രൂപത്തിൽ കമ്പയർ ചെയ്ത് പഠിക്കാനാണ് ഞാൻ ഇങ്ങനെ തന്നെ എഴുതുന്നത്. ഹയർ ദ ചാർജ് ഓഫ് കാറ്റയോൺ ഓർ ലോവർ ദ സൈസ് ഓഫ് കാറ്റയോൺ. ലോവർ lower the size of cation. അത് കാറ്റയോണിൻ്റെ സൈസ് കൂടുക, അല്ലെങ്കിൽ കാറ്റയോണിൻ്റെ സൈസ് കുറയുക, ചാർജ് കൂടുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ കൊവാലൻ്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട് കൂടുതലായിരിക്കും. ഗ്രേറ്റർ ദ കൊവാലൻ്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്. രണ്ട് കണ്ടീഷനാണുള്ളത്. ഒന്ന് ഹയർ ദ ചാർജ് ഓഫ് കാറ്റയോൺ, മറ്റൊന്ന് ലോവർ ദ സൈസ് ഓഫ് കാറ്റയോൺ, ദെൻ ഗ്രേറ്റർ ദ കോവാലൻ്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്. കോവാലൻ്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്. ഇതിനെയാണ് നമ്മൾ ഫജാൻസ് റൂൾ എന്ന് പറയും. ഫജാൻസ് റൂൾ എന്ന് പറയുമ്പോൾ ഹയർ ദ ചാർജ് ഓഫ് കാറ്റയോൺ, കാറ്റയോണിൻ്റെ ചാർജ് കൂടുക, ഓർ ലോവർ ദ സൈസ് ഓഫ് കാറ്റയോൺ, കാറ്റയോണിൻ്റെ സൈസ് കുറയുക. അത് രണ്ടും സെയിം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഗ്രേറ്റർ ദ കൊവാലൻ്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്, അയോണിക് ബോണ്ടിൻ്റെ കൊവാലൻ്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. ഇതിനെയാണ് നമ്മൾ ഫജാൻസ് റൂൾ എന്ന് പറയാം. ഫജാൻസ് റൂൾ. ഓക്കെ. അപ്പോൾ നമുക്ക് അയോണിക് ബോണ്ട് എന്നുള്ള ഭാഗം നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അയോണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ ബോണ്ട് ഫോംഡ് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം വൺ ആറ്റം ടു അനദർ. സാധാരണ കേസിൽ സംഭവിക്കുക മെറ്റൽ ടു നോൺ മെറ്റൽ ഇലക്ട്രോൺ ട്രാൻസ്ഫറാണ് അവിടെ ഉണ്ടായിരിക്കുക. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ NaCl അല്ലെങ്കിൽ KCl പൊട്ടാസ്യം ക്ലോറൈഡ്, MgCl2 മഗ്നീഷ്യം ക്ലോറൈഡ്, ഇതൊക്കെ എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളത് എങ്ങനെ വന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അതിനെ ഫേവർ ചെയ്യുന്ന കണ്ടീഷൻസ് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടാണ് ഫജാൻസ് റൂൾ പറയണത്. ഫജാൻസ് റൂള് പറയണത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്? കൊവാലൻ്റ് ക്യാരക്ടർ ഓഫ് അയോണിക് കോമ്പൗണ്ട് ഓർ അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ടിൻ്റെ കൊവാലൻ്റ് ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന റൂളാണ് ഫജാൻസ് റൂൾ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് അതിൽ പറഞ്ഞത്. ഒന്ന് ഹയർ ദ ചാർജ് ഓഫ് കാറ്റയോൺ, മറ്റൊന്ന് ലോവർ ദ സൈസ് ഓഫ് കാറ്റയോൺ. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാലും ഗ്രേറ്റർ ദ കൊവാലൻ്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്, ദാറ്റ് ഈസ് ഫജാൻസ് റൂൾ. ഇനി ഇടയ്ക്ക് ഫജാൻസ് റൂളുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇങ്ങനെയാണ് സാധാരണ ചോദിക്കുക. NaCl, MgCl2, AlCl3 ഈ മൂന്നെണ്ണം. ഇതിൽ ഏതാണ് കൂടുതൽ കൊവാലൻ്റ് ക്യാരക്ടർ കാണിക്കുന്ന അയോണിക് കോമ്പൗണ്ട്? മോർ കൊവാലൻ്റ് ക്യാരക്ടർ കാണിക്കുന്ന അയോണിക് കോമ്പൗണ്ട് ഏതാണ്?
അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കുക അവിടുത്തെ കാറ്റയോണുകൾ നമ്മൾ എടുക്കുക. ഇവിടെ ഒരു Cl ആണുള്ളത്, അപ്പോൾ Cl മൈനസ്. അപ്പോൾ ഇവിടെ എന്ത് വരും? Na+ എന്ന് വരും. ഇവിടെ Na+. ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്, അപ്പോൾ 2Cl- ആണ്. ആ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ Mg2+. Mg2+. AlCl3യുടെ കേസിൽ എന്താ വരിക? Al3+. Al3+. അത് സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? പോസിറ്റീവ് ചാർജ് കൂടുകയാണ് ചെയ്യുക. പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ സൈസ് കുറയുന്നു. പീരിയോഡിക് ടേബിൾ നമ്മൾ പഠിക്കുന്നതാണ്. പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ എന്ത് ചെയ്യും? സൈസ് കുറയും. സൈസ് കുറയാനുള്ള റീസൺ അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹയർ ദ ചാർജ്, അല്ലെ, ചാർജ് കൂടുതലായിരിക്കാണ് Al3+. ലോവർ ദ സൈസ്, ഈ കൂട്ടത്തിലായിരിക്കാം സൈസ് ചെറുത്, അതും Al3+. അപ്പോൾ എന്ത് സംഭവിക്കും? ഗ്രേറ്റർ ദ കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്. സോ നമുക്ക് രണ്ടാമത്തെ ബോണ്ടിങ്ങിലേക്ക് പോവാം. കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ എ ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടുണ്ടാക്കുന്ന ബോണ്ടാണെന്ത്? കോവാലന്റ് ബോണ്ട്. A bond formed by the sharing of electron is called covalent bond. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് സംഭവിക്കാൻ നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രജനും ഹീലിയവും അല്ലാത്ത കേസുകളിലൊക്കെ ഔട്ടർ മോസ്റ്റ് 8 ഇലക്ട്രോൺ തികയുമ്പോഴാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയാം. ഹൈഡ്രജൻ്റെ കേസിൽ സ്റ്റേബിൾ ആവണമെങ്കിൽ 2 ഇലക്ട്രോൺ മതി. ബാക്കിയുള്ള കേസിലൊക്കെ 8 ഇലക്ട്രോൺ തികയാന്നുള്ളതാണ് ബോണ്ടിങ്ങിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ കോവാലന്റ് ബോണ്ട് ഫസ്റ്റ് നമ്മൾ കേസ് എടുക്കുകയാണ്. ഹൈഡ്രജൻ മോളിക്യൂൾ H2 നോക്കാം. 2 ഹൈഡ്രജൻ ആറ്റം എടുത്തു. ഹൈഡ്രജൻ നമുക്കറിയാം ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. സോ കോൺഫിഗറേഷൻ 1. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ, അത് ലൂയിസ് സിമ്പിൾ അനുസരിച്ച് ഇവിടെ നമ്മൾ 1 ഇലക്ട്രോണിനെ ക്രോസ് ആയിട്ട് കാണിച്ചു. അതേപോലെ തന്നെ ഈ ഹൈഡ്രജനിലും ഔട്ടർ മോസ്റ്റ് 1 ഇലക്ട്രോൺ ഉണ്ടാവും, നമ്മൾ അതിനെ ഡോട്ടായിട്ട് കാണിച്ചു. ജസ്റ്റ് ആരുടെയൊക്കെ ഇലക്ട്രോൺ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ക്രോസും ഡോട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഹൈഡ്രജൻ സ്റ്റേബിൾ ആവണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ. ഇതിനിവിടെ 1 ഇലക്ട്രോൺ ഉണ്ട്. തൽക്കാലത്തേക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? 1 ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഈ 1 ഇലക്ട്രോൺ നമ്മൾ ഇങ്ങനെ എടുത്തു. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ് സംഭവിക്കുക. മ്യൂച്വൽ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് 1 ഇലക്ട്രോണിനെയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അവിടേക്കും 1 ഇലക്ട്രോണിനെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അവിടെ നിന്ന് 1 ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് എന്ത് ചെയ്യാം? 1 ഇലക്ട്രോണിനെ മാത്രം കൊടുക്കാൻ പാടുള്ളൂ. അതാണ് മ്യൂച്വൽ ഷെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി ഇവിടെ നോക്ക്, ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ അതിൻ്റേതായിട്ടൊന്നുണ്ട്. പിന്നെന്ത് ചെയ്യാം? ഇതിൽ നിന്നും 1 ഷെയർ ചെയ്യാം. അപ്പോൾ അവിടെ നിലവിൽ എത്രയായി? 2 ഇലക്ട്രോണായി. അത് സ്റ്റേബിളായിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ ഈ റൗണ്ട് നിങ്ങൾ നോക്കിയാൽ ഈ ഹൈഡ്രജൻ്റെ പിന്നാലെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 2 2 ഇലക്ട്രോൺ. ദിസ് ഹൈഡ്രജൻ ഈസ് സ്റ്റേബിൾ. അതേപോലെ തന്നെ ഈ ഹൈഡ്രജനിൽ എന്തുണ്ടാവും? 1 2 2 ഇലക്ട്രോൺ. ഈ ഹൈഡ്രജനും സ്റ്റേബിളായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ ഇവിടെ ഷെയറിങ്ങിൽ പങ്കെടുത്തു? എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ? രണ്ടാളുടെയും കൂടെ ഇലക്ട്രോണിനെയാണ് നമ്മൾ നോക്കുക. എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയറിങ്ങിൽ പങ്കെടുത്തു? 2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 1 പെയർ ഓഫ് ഇലക്ട്രോൺ. 1 പെയർ ഓഫ് ഇലക്ട്രോൺ ആയതുകൊണ്ട് ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടായിരിക്കും.
ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത്. സോ ഹൈഡ്രജൻ ഹൈഡ്രജൻ ബോണ്ട് ഈസ് സിംഗിൾ ബോണ്ട്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. O2. നമുക്ക് രണ്ട് ഓക്സിജൻ എടുക്കുകയാണ്. ഓക്സിജൻ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8, കോൺഫിഗറേഷൻ 2, 6. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 6 വരും. 6 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? 6 ഇലക്ട്രോണിനെ നമ്മൾ വരക്കാം. 2, 4, 6. ഈ ഓക്സിജൻ അതേപോലെ തന്നെ 6 ഇലക്ട്രോണിനെ കൊടുക്കാം. 6. ഈ ഓക്സിജനിൽ ഇപ്പോൾ 6 ഇലക്ട്രോൺ ആണുള്ളത്. സ്റ്റേബിൾ ആവണം. അപ്പോൾ എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യണം. എവിടുന്ന 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാം? അല്ലെങ്കിൽ 2 ഇലക്ട്രോണെ ഷെയർ ചെയ്താലും മതി. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഇലക്ട്രോൺ ഇങ്ങനെ ഷെയർ ചെയ്തു. 2 ഇലക്ട്രോൺ ഷെയർ ചെയ്തു. ഇപ്പോൾ ഈ ഓക്സിജൻ്റെ അടുത്ത് എത്ര ഇലക്ട്രോൺ ആയി? 1, 2, 3, 4, 5, 6, 7, 8 ഇലക്ട്രോൺ സ്റ്റേബിളായി. ഇനി ആ ഓക്സിജൻ എടുക്കുക. അതും എന്ത് സംഭവിക്കുന്നു? ഇതേപോലെ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ ചെയ്യാം. അപ്പോൾ 2, 4, 6 ഇതൊക്കെ ഈ ഓക്സിജൻ്റെ സ്വന്തം ഇലക്ട്രോണാണ്. ഇനി ഈ 2 കൂടെ അങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേബിളായിട്ട് മാറും. അപ്പോൾ നോക്ക്, ഈ ഓക്സിജൻ്റെ ഔട്ടർ മോസ്റ്റ് ഇപ്പോൾ 8 ഇലക്ട്രോൺ ഉണ്ട്. ഇതും 8 ഇലക്ട്രോൺ ഉണ്ട്. അതായത് ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്തു. സ്റ്റേബിളാണ്. ഇപ്പോൾ ഈ സ്റ്റേബിൾ ആവുക എന്നുള്ളതാണ് ഈ ബോണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബോണ്ടിങ്ങിൽ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്യപ്പെട്ടു? എത്ര പെയർ ഓഫ് ഇലക്ട്രോണാണ്? ഇതൊരു പെയർ, ഇതൊരു പെയർ. അപ്പോൾ 2 പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ബോണ്ടാണ് ഡബിൾ ബോണ്ട്. സോ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഓക്സിജൻ ഡബിൾ ബോണ്ട് ഓക്സിജൻ. ഓക്കെ, നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. N2. N2 എന്ന് പറയുമ്പോൾ 2 നൈട്രജൻ എടുത്തു. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7, നൈട്രജൻ 7. സോ കോൺഫിഗറേഷൻ 2, 5. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 5 ഇലക്ട്രോൺ. അപ്പോൾ നമ്മളിത് വരക്കുമ്പോഴൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 5 ഇലക്ട്രോൺ ആണെങ്കിൽ സ്റ്റേബിൾ ആവാൻ 8 എണ്ണം വേണം. അപ്പോൾ ഒരു 3 എണ്ണത്തെ നമ്മളിങ്ങോട്ട് ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ 3 ഇലക്ട്രോൺ ഒന്നിച്ച് വരക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 5 ഇലക്ട്രോൺ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 1, 2, 3, 4, 5. സിമിലർലി 1, 2, 3, 4, 5. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, നൈട്രജൻ ഇവിടെ 5 ഇലക്ട്രോൺ ഉണ്ട്. 3 എണ്ണം കൂടെ കിട്ടിയാൽ സ്റ്റേബിൾ ആവും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 3 എണ്ണം ഇങ്ങനെ ഷെയർ ചെയ്തു. കിട്ടുക എന്ന് പറഞ്ഞാൽ മുഴുവൻ വാങ്ങുക എന്നുള്ളതല്ല, ഷെയർ ചെയ്യപ്പെടുക മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഈ നൈട്രജൻ അതേപോലെ തന്നെ 1, 2, 3, 4, 5 5 ഇലക്ട്രോൺ സ്വന്തമായിട്ടുണ്ട്. ഒരു 3 എണ്ണം ഈ ഇപ്പുറത്തെ നൈട്രജൻ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുന്നു. സോ ഇങ്ങനെ ചെയ്തു. ഇപ്പം എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുത്തു? എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയറിങ്ങിൽ പങ്കെടുത്തു? 1, 2, 3. 3 പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയറിങ്ങിൽ പങ്കെടുത്തു. സോ നൈട്രജൻ ബോണ്ട് ഏതായിരിക്കും? നൈട്രജൻ ബോണ്ട് ഏതായിരിക്കും? N ട്രിപ്പിൾ ബോണ്ട് N ട്രിപ്പിൾ ബോണ്ട് N. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒരു കോമ്പൗണ്ട് കൂടെ നോക്കാം. CH4, മീഥൈൻ, CH4. അപ്പോൾ നമുക്കറിയാം, ഒരു കാർബൺ, 4 ഹൈഡ്രജൻ. ആദ്യം കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6, കോൺഫിഗറേഷൻ 2, 4.
4 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഏറ്റവും പുറത്തുള്ളത്. അപ്പോൾ നമ്മൾ ആ 4 ഇലക്ട്രോണിനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക. 1 2 ലൂയിസ് സിമ്പിൾ അനുസരിച്ച് കാണിക്കുക. 4 ഇലക്ട്രോൺ. ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ ആണുള്ളത്. അത് നമ്മൾ കാണിക്കുക 1 1. ഇനി നമ്മൾ ആദ്യം ഈ ഹൈഡ്രജനുകൾ സ്റ്റേബിൾ ആക്കാം. ഹൈഡ്രജൻ സ്റ്റേബിൾ ആവണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? ഓൺലി 2 ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഹൈഡ്രജൻ അതിന് സ്വന്തമായിട്ടൊരു ഇലക്ട്രോൺ ഉണ്ട്. കാർബണിൽ നിന്നുള്ള ഇലക്ട്രോണിനെയും കൂടെ അതങ്ങോട്ട് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഈ ഹൈഡ്രജനും ഷെയറിങ് സംഭവിക്കും. ഓക്കെ. അപ്പം ഇനി കാർബൺ സ്റ്റേബിൾ ആവണം. എന്ത് ചെയ്യണം? ഓരോ ഹൈഡ്രജനിലേക്കും കാർബൺ ഓരോ ഇലക്ട്രോണെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഹൈഡ്രജനിൽ നിന്നും ഓരോ ഇലക്ട്രോൺ ഇങ്ങോട്ടും എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ വരക്കുമ്പോൾ ഇപ്പോൾ ഇതിൽ നിന്നൊരു ഇലക്ട്രോൺ എടുത്തു, ഇവിടെ നിന്നൊരു ഇലക്ട്രോൺ, ഇതിൽ നിന്നൊരു ഇലക്ട്രോൺ, ഇതിൽ നിന്നൊരു ഇലക്ട്രോൺ. ആ ടോട്ടലി കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് എത്ര ഇലക്ട്രോൺ ആയിട്ട് മാറി? 8 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. അപ്പോൾ അതും സ്റ്റേബിളായി. അപ്പം ഇനി നോക്ക്, ഈ കാർബണും ഈ ഹൈഡ്രജനും തമ്മിൽ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നുണ്ട്? ഈ കാർബണും ഈ ഹൈഡ്രജനും തമ്മിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതും ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ. ഹിയർ ഓൾസോ 1 പെയർ ഓഫ് ഇലക്ട്രോൺ, 1 പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ CH4 ബോണ്ടിങ് എങ്ങനെയാണ് സംഭവിക്കുക? സി സിംഗിൾ ബോണ്ട് ഹൈഡ്രജൻ, എല്ലാ ഭാഗത്തേക്കും സിംഗിൾ ബോണ്ട് ഹൈഡ്രജനാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് CH4 എന്നുള്ള കോമ്പൗണ്ട് നിലവിൽ വന്നത്. ഓക്കെ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് കോവാലൻ്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ. ഇനി ചില മോളിക്യൂളുകൾ ഈ ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്യാത്ത, ഒബേ ചെയ്യാത്ത മോളിക്യൂളുകൾ ഉണ്ടാവും. നമുക്ക് അതിന് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കൊരു കോമ്പൗണ്ട് നോക്കാം. BF3. BF3 എന്ന് പറയുമ്പോൾ ഇതിനെ സെൻട്രൽ ആറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മോളിക്യൂൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു എലമെൻ്റ് ഉണ്ടാവും. ഒരെണ്ണമായിട്ട് നിൽക്കുന്നത്, അതാണ് സെൻട്രൽ എലമെൻ്റ് അല്ലെങ്കിൽ സെൻട്രൽ ആറ്റം എന്നൊക്കെ പറയാം. അപ്പോൾ ബോറോൺ ആണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം. നമ്മളതെടുത്തു. ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 5. ബോറോൺ atomic number 5. So configuration 2 3. atomic number 5 ആണ്. So configuration 2 3. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 3. ആ 3 ഇലക്ട്രോൺ നമ്മളിങ്ങനെ കാണിച്ചു. 1 2 3. തൽക്കാലം നമുക്ക് ഈ ലെവലിലേക്ക് തന്നെ കാണിക്കാം. ഇങ്ങനെ കാണിക്കാം. അതിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ തന്നെ ആയിക്കോട്ടെ. BF3 3 ഇലക്ട്രോണിനെ കാണിച്ചു. ബിയിലെ 3 ഇലക്ട്രോൺ. ഇനി 3 ഫ്ലോറിനുമായിട്ടാണ് ബോണ്ടിങ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫ്ലോറിൻ കൊടുക്കാം. ഫ്ലോറിൻ ഇവിടേക്കൊരു ഫ്ലോറിൻ, ഇവിടേക്കൊരു ഫ്ലോറിൻ. നമുക്കറിയാം ഫ്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് 7 ഇലക്ട്രോൺ ഉണ്ടാവുക. കാരണം ഫ്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. ഔട്ടർ മോസ്റ്റ് 7 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ഈ 7 ഇലക്ട്രോൺ അത് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് 1 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യണം. അതേപോലെ ഇവിടുത്തെ 7 ഇലക്ട്രോൺ ആണുള്ളത്. സ്റ്റേബിൾ ആവണമെങ്കിൽ ഇതിലത്തെ 1 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യണം. സിമിലർലി ഇവിടെയും സംഭവിക്കുക അങ്ങനെ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്ലോറിൻ്റെ കേസ് സ്റ്റേബിളായിട്ട് മാറും. ബട്ട് ബോറോണിൻ്റെ കേസ് എടുക്കുമ്പോഴോ, ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ഉള്ളത്? നമുക്ക് ബോണ്ട് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക കേട്ടോ. ഒരു ബോണ്ട് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ. ആ ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് നമുക്കുള്ളത്
ഈ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 1 1 2 ഇലക്ട്രോൺ, ഈ ബോണ്ട് 2 ഇലക്ട്രോൺ, ഈ ബോണ്ട് 2 ഇലക്ട്രോൺ. ആ ടോട്ടൽ 6 ഇലക്ട്രോൺ മാത്രമേ അവിടെ ഉള്ളൂ. 8 ഇലക്ട്രോൺ വരുമ്പോഴാണ് നമ്മൾ സ്റ്റേബിൾ ആവുക, ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ BF3 എന്നുള്ള കോമ്പൗണ്ട് എടുക്കുമ്പോൾ ബോറോൺ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് 6 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അതായത് 8 ഇലക്ട്രോണിൽ താഴെയാണുള്ളത്. അത്തരത്തിലുള്ള 8 ഇലക്ട്രോണിൽ താഴെ വരുന്ന ഇലക്ട്രോൺസ് ഉള്ള കോമ്പൗണ്ടുകളെയാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട്സ് എന്നാണ് വിളിക്കുക. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട്സ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട്സ്, അല്ലെങ്കിൽ അവരെ അണ്ടർ ഒക്ടറ്റ് മോളിക്യൂൾ എന്നും വിളിക്കാം. അണ്ടർ ഒക്ടറ്റ് മോളിക്യൂൾ, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട്സ് ഓർ അണ്ടർ ഒക്ടറ്റ് മോളിക്യൂൾ. ഓക്കെ, അപ്പോൾ BF3, അതേപോലെ തന്നെ BeCl2, അതൊക്കെ അതിന് എക്സാമ്പിളായിട്ട് കൊടുക്കാം. BeCl2 എങ്ങനെ BeCl2 എക്സാമ്പിളായിട്ട് വരിക? Be ബെറിലിയം, അറ്റോമിക് നമ്പർ 4, കോൺഫിഗറേഷൻ 2 2. ഓക്കെ, കോൺഫിഗറേഷൻ എഴുതാനൊക്കെ പഠിച്ചിട്ടുണ്ടോ? 2 2. അപ്പോൾ ഔട്ടർ മോസ്റ്റ് 2 ഇലക്ട്രോൺ നമ്മളിങ്ങനെ കൊടുത്തു. Cl2 നമ്മളെന്ത് ചെയ്യുക? ഇവിടെ ഒരു ക്ലോറിൻ, ഹിയർ ആൾസോ 1 ക്ലോറിൻ, BeCl2. അങ്ങനെ BeCl2 എന്നുള്ള കേസ് വരുമ്പോൾ ബോണ്ടിങ്ങിൻ്റെ ഭാഗമായി ക്ലോറിൻ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്യപ്പെടും. ബട്ട് ബെറിലിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് എത്ര ഇലക്ട്രോണാണുള്ളത്? ബെറിലിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് 2 സിംഗിൾ ബോണ്ടുകളാണ്. 2 ബോണ്ട് എന്ന് പറഞ്ഞാൽ 4 ഇലക്ട്രോണേ ഉണ്ടായിരിക്കുള്ളൂ. 2 ബോണ്ട് എന്ന് പറയുമ്പോൾ ഓൺലി 4 ഇലക്ട്രോൺ. 8 ഇലക്ട്രോണിൻ്റെ താഴെയാണ് സംഭവിക്കുന്നത്. 8 ഇലക്ട്രോണിൽ താഴെയാണെങ്കിൽ നമ്മൾ അവരെ എന്തെന്ന് വിളിക്കാം? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട്സ് ഓർ അണ്ടർ ഒക്ടറ്റ് മോളിക്യൂൾസ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട്സ് ഓർ അണ്ടർ ഒക്ടറ്റ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. PCl5, ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ്, PCl5. സെൻട്രൽ ആറ്റം ഫോസ്ഫറസ്. ഫോസ്ഫറസിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് വരിക? ഫോസ്ഫറസിൻ്റെ അറ്റോമിക് നമ്പർ 15. ഫോസ്ഫറസ് 15. കോൺഫിഗറേഷൻ 285. അങ്ങനെ വരുമ്പോൾ 5 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഉണ്ട്. നമ്മൾ 5 ഇലക്ട്രോണിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. 1 2 3 4 5 ഇലക്ട്രോൺ. വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഞാൻ ഒന്നിവിടെയും കൊടുത്തു. 5 ഇലക്ട്രോൺ. 5 ക്ലോറിനുമായിട്ടാണ് കൂടിച്ചേരുക. നമുക്കറിയാം ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17. നമുക്ക് ക്ലോറിൻ 17 287. അപ്പോൾ നമുക്കിവിടെ ഒരു ക്ലോറിൻ വരക്കാം. ക്ലോറിൻ്റെ കൂടെ 7 ഇലക്ട്രോൺസ് ഉണ്ട്. 7 ഇലക്ട്രോൺ. ദിസ് ക്ലോറിൻ ആൾസോ 7 ഇലക്ട്രോൺ. സെവൻ ഇലക്ട്രോൺസ്. ഓക്കെ, നമ്മൾ ആദ്യം ക്ലോറിന് സ്റ്റെബിലിറ്റി വേണം. ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് 7 ഇലക്ട്രോൺ ഉണ്ട്. ഫോസ്ഫറസിൽ നിന്ന് 1 വാങ്ങിക്കഴിഞ്ഞാൽ 8 സ്റ്റേബിളായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ ക്ലോറിൻ എന്ത് ചെയ്തു? ഇതിൽ നിന്നുള്ള ഇലക്ട്രോണെ വാങ്ങി സ്റ്റേബിളായിട്ട് മാറി. ഈ ക്ലോറിൻ ഇതുമായിട്ട് ഷെയറിങ് സംഭവിച്ചു, സ്റ്റേബിൾ.
സ്റ്റേബിളായിട്ട് മാറി. ഇനി ഫോസ്ഫറസ് എന്ത് ചെയ്യണം? ഓരോ ക്ലോറിനും ഓരോ ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതേ രൂപത്തിൽ ഒരു ഇലക്ട്രോണിനെ തന്നെ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഷെയർ ചെയ്യണം. അതാണ് മ്യൂച്വൽ ഷെയറിങ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ എടുത്തു, ഇതിലത്തെ ഒരു ഇലക്ട്രോൺ എടുത്തു, ഇങ്ങനെ വന്നു. ഇങ്ങനെ വന്നപ്പോൾ ഫോസ്ഫറസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇപ്പോൾ എത്ര ഇലക്ട്രോണായി? 2, 4, 6, 8, 10 ഇലക്ട്രോൺ. 10 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 8 ഇലക്ട്രോണായി. 8-ലധികം ഇലക്ട്രോൺ വരികയാണെങ്കിൽ അവരെ പറയുന്ന പേരാണ് ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്സ്. ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്സ് എന്നാണ് വിളിക്കുക. ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്സ്, ഇലക്ട്രോൺ അധികമുള്ള കോമ്പൗണ്ടുകൾ, അല്ലെങ്കിൽ സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾസ്. സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾസ്, ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട് ഓർ സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾസ് എന്ന് വിളിക്കാം. ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്സ് ഓർ സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾ. നമുക്ക് ഇതേപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിളായിട്ട് നമുക്ക് SF6 എങ്ങനെയാണ് വരക്കുക എന്നുള്ളത് നോക്കാം. SF6. SF6 സെൻട്രൽ എലമെന്റ് സൾഫർ, atomic number 16, configuration 286. So outermost electron 6. A sulfur, outermost electron 6. 1, 2, 3, 4, 5, 6. 6 ഫ്ലോറിനുമായിട്ടാണ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. ഫ്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 9, കോൺഫിഗറേഷൻ 2, 7. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 7 ഇലക്ട്രോൺ. നമ്മൾ ഫ്ലോറിൻ വരയ്ക്കുകയാണ്. സെവൻ ഇലക്ട്രോൺ ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ അവിടെ വരക്കണില്ല. 7 ഇലക്ട്രോണുള്ള ഫ്ലോറിൻ സ്റ്റേബിൾ ആവാൻ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോണുമായിട്ട് ഷെയറിങ്ങിൽ ഏർപ്പെടും. അങ്ങനെ 8 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഓക്കെ, വരക്കാം. എന്നാലേ ക്ലിയർ ആവുണ്ടാവുള്ളൂ. 7 + 1 ഇവിടെ ഇപ്പോൾ 8 ഇലക്ട്രോൺ ആയിട്ട് മാറും. സിമിലർലി ഈ ഫ്ലോറിനും 8 ഇലക്ട്രോൺ ആയിട്ട് മാറി. ഫ്ലോറിൻ ഒക്കെ 8 ഇലക്ട്രോണായി സ്റ്റേബിളായിട്ട് മാറും. ഇവിടുത്തെ സെൻട്രൽ എലമെൻ്റായ സൾഫറിൻ്റെ കേസ് എടുത്താലോ? സൾഫർ ഓരോ ഫ്ലോറിനിലേക്കും, അതായത് 6 ഫ്ലോറിനിലേക്കും ഓരോ ഇലക്ട്രോണിനെ ഷെയറിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 ഫ്ലോറിൽ നിന്നും ഓരോ ഇലക്ട്രോണിനെ ഷെയറിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് വാങ്ങും വേണം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇൻ സൾഫർ എത്രയായിട്ട് മാറും? നമുക്ക് നോക്കാം. ഇവിടുന്ന് 1 എടുത്തു, 1, 2, 3, 4, 5, അങ്ങനെ വന്നു. ഇപ്പോൾ സൾഫറിൻ്റെ 6 ഇലക്ട്രോണും ഓരോ ഫ്ലോറിൽ നിന്നും ഓരോ ഇലക്ട്രോണും കൂടെയാണ് ഇപ്പോൾ ബോണ്ടിങ്ങിലുള്ളത്. ടോട്ടൽ ഇവിടെ 12 ഇലക്ട്രോണായി, 12 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. അങ്ങനെ
8 ഇലക്ട്രോണിൽ അധികമാണ് SF6 സൾഫറിൽ കാണപ്പെടുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അത്തരം ബോണ്ട് നമ്മൾ എന്തെന്ന് വിളിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്. ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട് അതായത് സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾ എന്നാണ് വിളിക്കുക. ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട് ഓർ സൂപ്പർ ഒക്ടറ്റ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊവാലൻ്റ് ബോണ്ട് എന്നുള്ള ഭാഗത്ത് നമ്മൾ പഠിച്ചത് കൊവാലൻ്റ് ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. അവിടെ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരേ എലമെൻറ്റുകൾ തമ്മിലുണ്ടാകാം, ഡിഫറെൻ്റ് എലമെൻറ്റുകൾ തമ്മിലൊക്കെ ബോണ്ടിങ്ങിൽ ഏർപ്പെടാം. ചില കേസുകളിൽ ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യണില്ല. ഒക്ടറ്റ് റൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് 8 ഇലക്ട്രോൺ തികയാന്നുള്ളതാണ്. അത്തരം ഒബേ ചെയ്യാത്ത കേസുകൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. 8 ഇലക്ട്രോണിൽ താഴെ മാത്രം ഇലക്ട്രോൺ ഉള്ളവരെ പേര് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട് എന്നും 8ൽ കൂടുതൽ ഇലക്ട്രോൺ വരികയാണെങ്കിൽ അവരെ ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ടുകൾ എന്നും വിളിക്കാം. ഓക്കെ, ഇപ്പോൾ കൊവാലൻ്റ് ബോണ്ട് എന്നുള്ള ഭാഗം ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് കോഓർഡിനേറ്റ് കൊവാലൻ്റ് ബോണ്ട് അല്ലെ കോർഡിനേറ്റ് ബോണ്ട്. മൂന്നാമത്തെ ടൈപ്പാണ് കോഓർഡിനേറ്റ് ബോണ്ട് ഓർ കോർഡിനേറ്റ് കൊവാലൻ്റ് ബോണ്ട്. ഓക്കെ, എന്തായിരിക്കും കൊവാലൻ്റ് ബോണ്ടും കോർഡിനേറ്റ് ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം? കൊവാലൻ്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു ബോണ്ട് ഫോം ചെയ്യാൻ 2 ഇലക്ട്രോണാണ് ആവശ്യം. അത് ഒരേ ഇലക്ട്രോൺ ഒരേ എലമെൻറ്റിൻ്റേതും മറ്റൊരു ഇലക്ട്രോൺ രണ്ടാമത്തെ എലമെൻറ്റിൻ്റേതുമാണ്. ആ ലെവലിലാണ് നമ്മളിപ്പോൾ കൊവാലൻ്റ് ബോണ്ടിൽ പഠിച്ചിട്ടുള്ളത്. കാരണം ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ സംഭവിക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു എലമെൻറ്റിൽ നിന്നും അടുത്ത ഇലക്ട്രോൺ രണ്ടാമത്തെ എലമെൻറ്റിൽ നിന്നും എന്നുള്ള രൂപത്തിലാണ് നമ്മൾ കൊവാലൻ്റ് ബോണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളത്. ബട്ട് ഇവിടെ കോഓർഡിനേറ്റ് കൊവാലൻ്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായ 2 ഇലക്ട്രോണിനെയും കൊടുക്കുന്നത് ഒരൊറ്റ എലമെൻ്റ് ആയിരിക്കും. ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായ 2 ഇലക്ട്രോണിനെയും കൊടുക്കുന്നത് ആരായിരിക്കും? ഒരൊറ്റ എലമെൻ്റ് ആയിരിക്കും ആ 2 ഇലക്ട്രോണിനെയും കൊടുക്കുന്നത്. അതാണ് ഇതിനെ കോർഡിനേറ്റ് കൊവാലൻ്റ് ബോണ്ട് എന്ന് പറയുന്നത്. അതാണ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ തന്നെയാണ് സംഭവിക്കുക. ബട്ട് ആ ബോണ്ടിന് ആവശ്യമായ 2 ഇലക്ട്രോണും ആരുടേതാണ്? ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റേതായിരിക്കും. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇപ്പോൾ NH3 പ്ലസ് H+, ഇത് രണ്ടാളും കൂടെ കൂടിച്ചേരാണ്. NH3 എന്ന് പറഞ്ഞാൽ അമോണിയ, H+ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അയോൺ. ഇനി NH3യുടെ കേസിലേക്ക് നോക്കാം. NH3 നൈട്രജൻ, അറ്റോമിക് നമ്പർ 7. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7. അപ്പോൾ കോൺഫിഗറേഷൻ എത്രയാണ്? 2 5. നോക്കാം. നൈട്രജൻ അറ്റോമിക് നമ്പർ 7, കോൺഫിഗറേഷൻ 2 5. അപ്പോൾ ഔട്ടർ മോസ്റ്റ് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ ഉണ്ട്. ഔട്ടർ മോസ്റ്റ് 5 ഇലക്ട്രോൺ ഉണ്ട്. അതിലത്തെ ഒരു ഇലക്ട്രോൺ ഈ ഹൈഡ്രജനിലേക്ക് ബോണ്ടിങ്ങിന് വേണ്ടി കൊടുത്തു. രണ്ടാമത്തെ ഇലക്ട്രോൺ ഈ ഹൈഡ്രജനിലേക്ക് ബോണ്ടിങ്ങിന് വേണ്ടി കൊടുത്തു. മൂന്നാമത്തെ ഇലക്ട്രോൺ ഈ ഹൈഡ്രജനിലേക്കും ബോണ്ടിങ്ങിന് വേണ്ടി കൊടുത്തു. അപ്പോൾ ബോണ്ടിങ്ങിലൊന്നും പങ്കെടുക്കാത്ത 2 ഇലക്ട്രോൺ ഇനിയും ബാക്കിയുണ്ട്. അതല്ല അതിൻ്റെ മീനിങ്. 5 ഇലക്ട്രോണാണ് ഔട്ടർ മോസ്റ്റ് ഉള്ളത്. ഒരു ഇലക്ട്രോൺ ഈ ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ്ങിന് വേണ്ടി കൊടുത്തു. രണ്ടാമത്തെ ഇലക്ട്രോൺ ഇതിനു വേണ്ടി ഉപയോഗിച്ചു. മൂന്നാമത്തെ ഇലക്ട്രോൺ ഇതിനു വേണ്ടി ഉപയോഗിച്ചു. ബാക്കി ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത 2 ഇലക്ട്രോൺ നൈട്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 ഇലക്ട്രോൺ ഇങ്ങനെ
ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. എന്താ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും ബോണ്ടിങ്ങിന് പങ്കെടുക്കുന്ന ഇലക്ട്രോണുകളെ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് വിളിക്കും. ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ വിച്ച് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ ബോണ്ടിങ് ഈസ് കോൾഡ് ബോണ്ട് പെയർ ഇലക്ട്രോൺസ്. ബോണ്ട് പെയർ ഇലക്ട്രോൺസ്. The outermost electron which take part in bond forming അല്ലെങ്കിൽ കെമിക്കൽ കോമ്പിനേഷൻ, അത് നമുക്ക് എന്തെന്ന് വിളിക്കാം? ബോണ്ട് പെയർ ഇലക്ട്രോൺസ് എന്ന് വിളിക്കാം. ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്ത, ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺ ഉണ്ടാവും. ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ വിച്ച് ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ ബോണ്ടിങ് ഈസ് കോൾഡ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ഈസ് കോൾഡ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ലോൺ പെയറും ബോണ്ട് പെയറും നമ്മൾ പഠിച്ചു. ബോണ്ട് പെയർ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോൺ. ദ ഇലക്ട്രോൺ വിച്ച് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് ബോണ്ട് പെയർ ഇലക്ട്രോൺസ്. ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ വിച്ച് ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ ബോണ്ട് ഫോർമേഷൻ ഈസ് കോൾഡ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? NH3യുടെ കേസിൽ നൈട്രജനിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഇനി നോക്ക് H+, ഹൈഡ്രജൻ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. H+ എന്ന് പറഞ്ഞാലോ ആ ഒരു ഇലക്ട്രോണും കൂടെ ലോസ് ചെയ്തു, അപ്പോഴാണ് പ്ലസ് ചാർജ് കിട്ടുക. അപ്പോൾ ഹൈഡ്രജനിൽ ഇപ്പോൾ 0 ഇലക്ട്രോൺ, ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ലോൺ പെയറും 3 ബോണ്ട് പെയർ ഇലക്ട്രോണുകളും. അവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. 3 ബോണ്ട് ഇലക്ട്രോൺ എന്നല്ല പറയുക. ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ബോണ്ട് ഫോം ചെയ്ത 2 ഇലക്ട്രോണും ഈ 2 എലമെൻറ്റിനും ഉള്ളതാണ്. അപ്പോൾ 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുമാണ് NH3യിലുള്ളത്. ഇനി നമുക്ക് ഇവർ 2 ആളും തമ്മിൽ കൂടിച്ചേരണം. കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ എന്താ കിട്ടുക? NH3യും H+ഉം കൂടെ കൂടിയാൽ എന്ത് കിട്ടും? NH3യും H+ഉം കൂടിയാൽ എന്ത് കിട്ടണം? ഇങ്ങനൊരു കോമ്പൗണ്ട് കിട്ടും. NH3യും H+ഉം കൂടെ ഇങ്ങനെ കൂടിച്ചേരും. അപ്പോൾ നമുക്ക് കിട്ടുന്നതിൻ്റെ പേരെന്താണ്? NH4+ എന്നാണ് കിട്ടുക. NH4+. NH4+ നമ്മൾ വിളിക്കുക അമോണിയം അയോൺ എന്ന് വിളിക്കും. NH4+ ആണ് അമോണിയം അയോൺ. NH4+ അമോണിയം അയോൺ. അപ്പോൾ ഇനി നോക്ക്, ഇവിടെ ഒരു ബോണ്ട് വേണം. ഒരു ബോണ്ട് ഉണ്ടാവണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺസ്. ഒരു ബോണ്ട് ഉണ്ടാവണമെങ്കിൽ 2 ഇലക്ട്രോൺ വേണം. ആ 2 ഇലക്ട്രോണേയും കൊടുത്തത് ഇവിടെ ആരാണ്? നൈട്രജൻ. കാരണം നൈട്രജൻ്റെ അടുത്ത് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ വെറുതെ ഇരിക്കുന്നുണ്ട്. ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ലോൺ പെയർ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ ഉപയോഗിച്ചിട്ടാണ് ഇവർ തമ്മിലുള്ള ഈ ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ബോണ്ട് ഉണ്ടാവാൻ ആവശ്യമായ 2 ഇലക്ട്രോണിനെയും ഡൊണേറ്റ് ചെയ്തത് ഒരൊറ്റ എലമെൻ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോണ്ടിങ്ങിനെയാണ് നമ്മൾ കോഓർഡിനേറ്റ് കൊവാലൻ്റ് ബോണ്ട് എന്ന് വിളിക്കുക. കോഓർഡിനേറ്റ് കൊവാലൻ്റ് ബോണ്ട്. അതായത് ഒരു ബോണ്ട് ഉണ്ടാവാൻ ആവശ്യമായ 2 ഇലക്ട്രോണേയും കൊടുക്കുന്നത് ഒരു സിംഗിൾ എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ പേരാണെന്ത്? കോഓർഡിനേറ്റ് കൊവാലൻ്റ് ബോണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നൈട്രജൻ, ഇപ്പോൾ NH3 എന്ന് എഴുതിയാലും ഇലക്ട്രോൺ പോയത് നൈട്രജൻ എന്നാണ്. നമുക്ക് ആ Hൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ വരുമ്പോൾ ഈ ലെവലിലേക്കൊക്കെയാണ് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ആരാണോ ഇലക്ട്രോണെ കൊടുത്തത്, ഇപ്പോൾ ഇയാളാണ് ഇലക്ട്രോണെ കൊടുത്തത്. അപ്പോൾ ഇലക്ട്രോണെ കൊടുത്ത ഭാഗത്തു നിന്ന് വാങ്ങിയ ഭാഗത്തേക്ക് ഒരു ആരോ മാർക്ക് ഇങ്ങനെ കാണിക്കും. ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്ത ഭാഗത്തു നിന്ന് അക്സെപ്റ്റ് ചെയ്ത ഭാഗത്തേക്ക് എന്ത് ചെയ്യും? ആരോ മാർക്ക് കാണിക്കും. ഈ കോർഡിനേറ്റ് കൊവാലൻ്റ് ബോണ്ടിൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളെ ഡോണർ ആറ്റം എന്നും ഇലക്ട്രോൺ പെയറിനെ വാങ്ങുന്നതിനെ അക്സെപ്റ്റർ ആറ്റം എന്നുമാണ് വിളിക്കുക. ഡോണർ ആറ്റവും അക്സെപ്റ്റർ ആറ്റവും. ഡോണർ ആറ്റം ആൻഡ് അക്സെപ്റ്റർ ആറ്റം. അപ്പോൾ ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുന്നത് നൈട്രജൻ. സോ നൈട്രജൻ ഈസ് ഡോണർ ആറ്റം. ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്തത് ഹൈഡ്രജൻ അല്ലെങ്കിൽ H+, ഹൈഡ്രജൻ അയോൺ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് അക്സെപ്റ്റർ ആറ്റം. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുക? കോഓർഡിനേറ്റ് കൊവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുക.
അപ്പോൾ കോർഡിനേറ്റ് കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായ 2 ഇലക്ട്രോണിനെയും കൊടുക്കുന്നത് ഒരൊറ്റ എലമെൻ്റ് ആയിരിക്കും. അതായത് ബോണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ 2 ആറ്റംസ് ബൈ ഷെയറിംഗ് ഓഫ് 2 ഇലക്ട്രോൺസ്, both of which have been provided by only one of them is called coordinate covalent bond. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളും കൂടി എടുത്തിട്ട് ബോണ്ടിങ് എന്നുള്ള ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു കോംപ്ലക്സ് ആണ് NH3BF3. NH3BF3 നമുക്ക് നോക്കാം. NH3 എന്ന് എഴുതുമ്പോൾ നൈട്രജനിൽ എന്തുണ്ടാവും? ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിച്ചു, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. BF3 നമുക്ക് വരച്ചു നോക്കാം. BF3 ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5, കോൺഫിഗറേഷൻ 2-3. ഔട്ടർ മോസ്റ്റ് 3 ഇലക്ട്രോണേ ഉള്ളൂ. ഒന്ന് ഈ ഫ്ലോറിലേക്ക് ബോണ്ടിങ്ങിൽ പങ്കെടുത്തു, രണ്ടാമത്തത് ഈ ഫ്ലോറിലേക്ക് ബോണ്ടിങ്ങിൽ പങ്കെടുത്തു, പിന്നെ ഈ ഫ്ലോറിലേക്ക് ബോണ്ടിങ്ങിൽ പങ്കെടുത്തു. ഇനി അവിടെ ബാക്കി ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇപ്പോൾ ആകെ എത്ര ഇലക്ട്രോൺ ഉള്ളത്? 6 ഇലക്ട്രോൺ. അതായത് ബോറോൺ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ടാണ്. ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിനെപ്പോഴുള്ള ടെൻഡൻസി 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. NH3യുടെ കേസിലോ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ അധികമായിട്ടുണ്ട്. അധികമായിട്ടുള്ള ഇലക്ട്രോൺ പെയർസിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. സോ അപ്പോൾ ഈ 2 ഇലക്ട്രോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാക്കാം? ഒരു ബോണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് NH3 BF3 അവർ തമ്മിലൊരു ബോണ്ട് വേണം. ആ ബോണ്ട് ഉണ്ടാവാൻ ആവശ്യമായ 2 ഇലക്ട്രോണെ കൊടുക്കുന്നത് ആരാണ്? നൈട്രജനാണ് കൊടുക്കുന്നത്. അപ്പോൾ നൈട്രജനിൽ നിന്ന് ബോറോണിലേക്ക് നമ്മളൊരു ആരോ മാർക്ക് കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായ ഈ ബോണ്ടാണ് കോഓർഡിനേറ്റ് കോവാലൻ്റ് ബോണ്ട്. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ആരാണ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തത്? നൈട്രജൻ. സോ നൈട്രജൻ ഈസ് ഡോണർ ആറ്റം. ആരതിനെ അക്സെപ്റ്റ് ചെയ്തു? ബോറോൺ. സോ ബോറോൺ ഈസ് അക്സെപ്റ്റർ ആറ്റം. നൈട്രജൻ ഡോണർ ആറ്റം, ബോറോൺ അക്സെപ്റ്റർ ആറ്റം. അപ്പോൾ ഇവിടെ ഉണ്ടായ ബോണ്ടും കോഓർഡിനേറ്റ് കോവാലൻ്റ് ബോണ്ട്. അപ്പോൾ കെമിക്കൽ കോമ്പിനേഷൻ പ്രധാനമായിട്ടും 3 രൂപത്തിലാണ് വരിക. ഒന്ന് അയോണിക് ബോണ്ട്, ദെൻ കോവാലൻ്റ് ബോണ്ട്,